വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ PT ക്ലാസ്സിന് പോകാതെ ക്ലാസ്സിൽ മടി പിടിച്ചിരുന്ന് തൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സോറയെയും മറ്റൊരു കുട്ടിയെയും ബോക്സിന് മുന്നിൽ വെച്ച് സോജിയങ് വഴക്ക് പറയുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. സേഹയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിലെ പണമിടപാടുകളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് യൂൻ അവന് സബ്മിറ്റ് ചെയ്യുന്നു. ഞാൻ കരുതിയിരുന്നതിലും വളരെ കൂടുതലാണല്ലോ ഇതിലെ അഴിമതികൾ. എൻ്റെ അമ്മ ശരിക്കും പണക്കാരിയായി കാണുമല്ലോ എന്ന് സേഹോ പറഞ്ഞപ്പോൾ യൂൻ ശരിയാണ് എന്നർത്ഥത്തിൽ പുഞ്ചിരിക്കുന്നു. പക്ഷേ സേഹോയുടെ ഭാവം പെട്ടെന്ന് മാറി. അവൻ സീരിയസ് ആയിട്ട്, ഇതൊരു തമാശയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ അമ്മയോടൊപ്പം നിന്ന് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നവൻ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ മാഡത്തിനൊപ്പം നിൽക്കാതെ സാറിനൊപ്പം നിന്നാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് അയാൾ ചോദിക്കുന്നത് കേട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതികരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. സോജിയങ് ഇടയ്ക്ക് കോറിഡോറിലൂടെ നടക്കുമ്പോൾ ആരും കാണാതെ ബോക്സോ അവളെ പിടിച്ച് ക്ലിനിക്കൽ റൂമിലേക്ക് കയറ്റുന്നു. അവളെ അവിടെ ബെഡിലിരുത്തിയിട്ട് റൊമാൻറ്റിക്കായി മുടിയൊക്കെ തലോടിയിട്ട് ഇത് ചോദിക്കണമെന്ന് ഞാൻ കരുതിയതല്ല, പക്ഷേ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സേഹോ രാവിലെ നിന്നോട് എന്താണ് ചോദിച്ചതെന്ന് ചോദിക്കുന്നു. നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്ന സോജിയങ് അയ്യേ ഇതായിരുന്നു ചോദിക്കാനുള്ളത് എന്ന മട്ടിൽ ചുണ്ട് മലർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തത് നീ മറന്നുപോയോ എന്നവൾ ചോദിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തെന്നാണ്? ഒന്ന് കിസ് ചെയ്തു എന്ന് കരുതി നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആവാൻ ശ്രമിക്കുകയാണ് എന്നവൾ ചോദിക്കുന്നു. അവനവളുടെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഡേറ്റിങ്ങിലാണെന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഡേറ്റ് ചെയ്യുന്ന കാര്യം നീ എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഓരോന്നിനും അതിൻ്റേതായ രീതികളില്ലേ എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തെവിടെ പോയിരുന്ന ഡോക്ടർ മടങ്ങിയെത്തുന്നു. അകത്താരം ഉണ്ടെന്ന് മനസ്സിലായ അവർ നിങ്ങളോട് ഇവിടെ വന്നിരുന്ന് ഡേറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിച്ചെല്ലുന്നു. ശബ്ദം കേട്ടപ്പോൾ സോജിയൻ കയ്യിൽ കിട്ടിയത് ബോക്സിൻ്റെ മുഖത്തേക്ക് പിടിച്ചിട്ട് ഇവന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ പരിശോധിക്കുകയായിരുന്നു എന്ന് ഡോക്ടറോട് പറയുന്നു. അതൊരു പെയിൻ റിലീവർ ആയിരുന്നു എന്നവൾ അറിഞ്ഞില്ല. ബോക്സ് കണ്ണു നീർന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ പെട്ടെന്ന് അവൾ ചാടി എണീറ്റ് അവൻ്റെ കാര്യം നോക്കിക്കോളെ എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുന്നു. ഡോക്ടർ അവൻ്റെ കണ്ണീരപ്പാൻ സഹായിക്കുന്നുണ്ട്. അവൻ്റെ സുന്ദരമായ മുഖം അത്ര അടുത്ത് കണ്ടപ്പോൾ ഒരു നിമിഷം നമ്മുടെ ഡോക്ടർ ഒന്ന് സ്വയം മറന്ന് ആസ്വദിച്ചിരുന്നു പോകുന്നുണ്ട്. നിൻ്റെ അമ്മ നിന്നെപ്പോലെ ഒരു മകനുണ്ടായതിൽ അഭിമാനിക്കുന്നുണ്ടാവുമല്ലേ എന്നും അവർ ചോദിക്കുന്നു. അവിടെ നിന്നിറങ്ങി ബോക്സ് തനിച്ചൊരിടത്തേക്ക് പോയിരുന്ന സോജിയോങ് എന്നാലും എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ മിസ്റ്റർ പാർക്ക് 2 ഡ്രിങ്ക്സുമായി അവൻ്റെ പുറകിൽ കൂടി വന്ന് അവൻ്റെ കവിളിൽ മുട്ടിക്കുന്നു. അവൻ ചാടി എണീറ്റ് ദേഷ്യപ്പെട്ടപ്പോൾ രാവിലെ നിൻ്റെ മൂഡ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ നല്ല ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അദ്ദേഹം ഡ്രിങ്ക്സ് അവന് നീട്ടുന്നു. അവനത് വാങ്ങിക്കൊണ്ട് സാറിൻ്റെ പെരുമാറ്റം കണ്ടാൽ നമ്മൾ ഡേറ്റിങ്ങിലാണെന്ന് തോന്നുമല്ലോ, എൻ്റെ ശരിക്കുള്ള ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഞങ്ങൾ ഡേറ്റിങ്ങിലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്നവൻ പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നെ ഡേറ്റ് ചെയ്യുന്നത് അവൾക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടാക്കുമെന്നുണ്ടായിരിക്കും. ഇവിടുത്തെ പഠനം കഴിയുന്നവരെ നീ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരല്ലേ, അവൾ ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരുപാട് സമയം ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞു. ഇനിയും സംശയിച്ച് നിൽക്കാൻ ഞാൻ തയ്യാറില്ല. സാറിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. അന്ന് സോജിയോങ് ക്ലാസ്സിൽ ആവശ്യത്തോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ അവൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത് ബോക്സും യങ്മിനും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഉറക്കം തൂങ്ങി അശ്രദ്ധമായിരിക്കുകയാണ്. അവൾ പുസ്തകം വായിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിലൂടെ ബോക്സിൻ്റെ സീറ്റിൻ്റെയിലെത്തിയപ്പോൾ അവനൊരു പേപ്പർ താഴെ ഇട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് സോജിയോങ് നമ്പർ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് അവൾ വേഗം അതെടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ബോക്സു ഡെസ്കിലേക്ക് തലവെച്ച് കിടന്ന് അടക്കിച്ചിരിക്കുന്നുണ്ട്. യങ്മിൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് അവൻ ബോക്സുവിനോട് ആംഗ്യത്തിലൂടെ ചോദിക്കുന്നു. ഞാനൊരു സംശയം എഴുതി ചോദിച്ചതാണ് എന്ന് പറഞ്ഞവൻ തടി തപ്പുന്നു. സോജിയോങ് ഡെസ്കിനരികിൽ ചെന്ന് ആരും കാണാത്തത് പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിക്കുന്നു. ബ്രേക്ക് ടൈമിൽ ടോയ്ലറ്റിനുള്ളിൽ പോയിരുന്നാണ് അവൾ അത് തുറന്നു നോക്കിയത്. നമുക്കൊരു ഡേറ്റിന് പോകാമെന്നായിരുന്നു അതിൽ അവൻ എഴുതിയിരുന്നത്. ഞാൻ ചെല്ലുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചെങ്കിലും നാണം കലർന്ന ഒരു ചിരി അവളുടെ മുഖത്ത് പടരുന്നുണ്ട്. ചേമിൻ്റെയും മറ്റും അമ്മമാർ ചേർന്ന് ബോക്സുവിൻ്റെ ചേച്ചിയോ ഒന്ന് അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ച് IV ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിൻ്റെ കൂടിക്കാഴ്ചയാണെന്ന രീതിയിൽ അവരൊരു കഫേയിലേക്ക് ക്ഷണിക്കുന്നു. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണവർ. മേക്കപ്പ് ഇടുന്നതിനിടയിൽ മുറിയിലേക്ക് കയറി ചെന്ന അമ്മയോട് എന്നെ കാണുന്ന ഇപ്പോഴെങ്ങനെയുണ്ട്, പണക്കാരിയാണെന്ന് തോന്നുമോ എന്നവൾ ചോദിക്കുന്നു. അവളെ കണ്ടപ്പോഴേ ഞെട്ടി നിൽക്കുകയായിരുന്നു അമ്മ. ഉറക്കത്തിൽ നിന്നെ സ്വപ്നം കണ്ട് ഞാൻ പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം പറഞ്ഞിരുന്നതനുസരിച്ച് ചേമിൻ്റെ അമ്മയും മറ്റും റെസ്റ്റോറൻറ്റിൽ ആൾറെഡി എത്തിയിരുന്നു. സ്വന്തം മകൻ്റെ കാര്യത്തിൽ ഇത്ര വലിയൊരു തെറ്റിദ്ധാരണ അവർക്ക് എങ്ങനെ ഉണ്ടായി? മക്കളുടെ കാര്യത്തിൽ അമ്മമാർ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ ബോക്സുവിൻ്റെ ചേച്ചിയെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വലിയ സ്റ്റൈലിൽ അവിടേക്ക് എത്തിയത്. അവർക്കൊപ്പം വന്നിരുന്ന അവൾ ആദ്യം ഒരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തെങ്കിലും അവളുടെ വേഷവും സംസ്കാരമൊന്നും പൊങ്ങച്ചക്കാരായ മറ്റുള്ളവർക്ക് തീരെ പിടിക്കാഞ്ഞതിനാൽ അവരുടെ മുഖഭാവം കണ്ട് ബ്ലാക്ക് കോഫി മാറ്റി അവൾ മറ്റെന്തോ ഓർഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമ്മിൽ കാണാമെന്നവൾ പറഞ്ഞ് മറ്റവരെ ഞെട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് മേജറായി എടുത്തിട്ടുള്ളത് എന്നൊരു പേരൻറ്റ് ചോദിച്ചപ്പോൾ ബോക്സിൻ്റെ ചേച്ചി ഒരു ഗെയിമിൻ്റെ പേര് പറഞ്ഞെങ്കിലും മറ്റുള്ളവർ ആ പേര് ആദ്യമായി കേൾക്കുകയായിരുന്നു. അതെന്താണ് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവൾ എഴുന്നേറ്റ് നിന്ന് കാല് പൊക്കിക്കൊണ്ട് എങ്ങനെയാണ് ആ ഗെയിം കളിക്കുന്നതെന്ന് 3-4 തവണ കാണിച്ചു കൊടുക്കുന്നു. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നാണക്കേട് തോന്നിയാൽ അവർ അവളോട് മതിയാക്കി തിരികെ ഇരിക്കാൻ പറയുന്നു.
മറ്റുള്ളവരും കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇൻഹോയെക്കുറിച്ചുള്ള സത്യാവസ്ഥ ആരും അവളോട് പറയുന്നില്ല. അവർ തന്നെ പുച്ഛിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവൾ അവർക്കൊപ്പം ഇരിക്കുന്നു. ബോക്സു സോജിയോങ്ങിന് സർപ്രൈസ് നൽകാൻ ഒരു ഈവൻ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് ചുണ്ടിലൊരു റോസാപ്പൂവൊക്കെ കടിച്ചു പിടിച്ച് സോജിയോങ്ങിനെയും കത്തിരിക്കുകയാണ് അവൻ. മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ റൊമാൻറ്റിക് ആവുന്നതിന് പകരം നമ്മുടെ ടീച്ചർ സോജിയോങ് ഇത് അപകടമാണല്ലോ, തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഓടി വന്ന് അത് ഊതി അണയ്ക്കാൻ തുടങ്ങുന്നു. മറന്നിരിക്കുകയായിരുന്ന ബോക്സു അതുകൊണ്ട് ഇറങ്ങി വന്ന്, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാനൊരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ കത്തിച്ച് വെച്ചത്, എന്നിട്ട് നീ അത് അണച്ചു കളയുകയാണോ എന്ന് ചോദിക്കുന്നു. സോജിയോങ്ങിന് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇത് അപകടകരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബോക്സു പോക്കറ്റിൽ നിന്നൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അവൾക്ക് നൽകുന്നു. അവൻ 9 വർഷങ്ങൾക്ക് മുൻപ് അവൾക്ക് നൽകാൻ വാങ്ങിയ മോതിരമായിരുന്നു അതിൽ. പുതിയത് വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്, പക്ഷേ ആദ്യം ഇതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി എന്നവൻ പറയുന്നു. നീ പാരമ്പര്യ രീതിയിൽ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണോ എന്നവൾ അവനെ കളിയാക്കി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ മോതിരത്തിൽ 2009 എന്ന വർഷവും അവളുടെയും ബോക്സിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരങ്ങളും കുത്തിയിരിക്കുന്നത് അവൾ കണ്ടത്. ഇത് 9 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിയതാണ്, പക്ഷേ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല. എൻ്റെ മനസ്സും ഈ മോതിരവും പോലെയാണ്, അതിൽ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ ഇത് കാത്തു സൂക്ഷിച്ച പോലെ ഞാനും ഒരുപാട് കാലം നിന്നെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ തയ്യാറാണ്. നീ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരുമോ? നിൻ്റെ ബോയ് ഫ്രണ്ട് ആവുക എന്നുള്ള സ്വപ്നം എന്നവൻ ചോദിക്കുന്നു. സോജിയോങ് പൂർണ്ണ മനസ്സോടെ തലകുലുക്കി സമ്മതം അറിയിക്കുന്നു. ബോക്സ് മോതിരം വാങ്ങി അവളുടെ വിരലണിയിക്കാൻ തുടങ്ങിയപ്പോഴാണ് പണി കിട്ടിയത്. അത് കയറുന്നില്ല. അവനത് കുത്തിക്കയറ്റാൻ നോക്കുന്നത് കണ്ട് ഇത് ചെറുതാണ് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്ക് വണ്ണം കൂടിയത് കൊണ്ടാണ് എന്നവൻ പറയുന്നു. അവൾ അതൂരി തൻ്റെ ചെറുവിരലിൽ അണിഞ്ഞിട്ട് ഇനി ഒരിക്കലും നിൻ്റെ സ്നേഹം ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നു. അവൻ വാങ്ങി വെച്ചിരുന്ന ബൊക്ക കൂടി അവൾക്ക് നൽകുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് ഡേറ്റിനായി പോകുന്നു. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് റോഡിലൂടെ പോകുമ്പോഴാണ് സോജിയോങ് എതിരെ വരുന്ന സോറയെയും മറ്റൊരു കുട്ടിയെയും കണ്ടത്. അവൾ വേഗം ബോക്സിനെ പിടിച്ചു വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവൻ്റെ മുഖം അറിയുന്ന രീതിയിൽ നിൽക്കുന്നു. സംഭവം എന്താണെന്നറിയാതെ ആകെ അമ്പരം നിൽക്കുന്നതാണ് ബോക്സ്. അവർ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ സോജിയോങ് ആശ്വാസത്തോടെ അവനോട് വിവരം പറയുന്നു. നാളെ ഒരു ടെസ്റ്റ് ഉണ്ടായിട്ട് പഠിക്കാതെ കറങ്ങി നടന്നവർ എന്ത് ചെയ്യുകയാണ് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സോജിയോങ് പേടിച്ച് ടെൻഷനായി നിന്നതെങ്കിലും ബോക്സിന് അത് നല്ല ത്രില്ലിംഗ് ആയാണ് തോന്നിയത്. അതവൻ പറയുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അടുത്ത തവണ മിക്കവാറും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഡേറ്റിന് പോകുമ്പോൾ നീ യൂണിഫോം ഇട്ടുകൊണ്ട് വരരുത്. അതുപോലെ സ്കൂളിൽ വെച്ച് എൻ്റെ അടുത്ത് നിന്ന് 1 മീറ്റർ അകലം പാലിച്ചെങ്കിലുമേ നീ നിൽക്കാവുള്ളൂ എന്നവൾ താക്കീത് കൊടുക്കുന്നു. അവനത് സമ്മതിക്കുന്നു. അവർ അത്ര ക്ലോസായി നിന്ന് സംസാരിക്കുന്നത് മറഞ്ഞിരുന്ന ആരോ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. IB ക്ലാസ്സിലെ ആ ആഴ്ചത്തെ വീക്ക് ടെസ്റ്റ് നടത്താൻ തുടങ്ങുമ്പോഴാണ് ബോക്സിയുടെ ചേച്ചി ഇൻഹോയെ അന്വേഷിച്ച് അവിടെ ക്ലാസ്സിലെത്തിയത്. ഇൻഹോയെ ക്ലാസ്സിലൊന്നും കാണാത്തതിനാൽ അവർ അവിടെ നിന്ന് സാറിനോട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നു. അവൻ ഇവിടെയല്ല, വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലാണെന്ന് അദ്ദേഹം പറഞ്ഞറിഞ്ഞ അവർ അത് സത്യം തന്നെയാണോ എന്നറിയാൻ വേഗം വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെത്തുന്നു. അവിടെ എത്തുന്നവരെ അവനവിടെ ആയിരിക്കില്ല എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അവർക്കും ടെസ്റ്റ് നടക്കുകയായിരുന്നതിനാൽ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയ്ക്കായി ചേമിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇൻഹോയെ ആ ക്ലാസ്സിൽ കണ്ടതും അവൻ്റെ അമ്മ ആകെ തകർന്നു പോകുന്നു. അവർക്ക് ആകെ തളർച്ച തോന്നിയെങ്കിലും ശക്തി സംഭരിച്ചവർ ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറി ഇൻഹോയുടെ അടുത്ത് ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നിനക്കങ്ങനെ എന്നോടത്ത് ചെയ്യാൻ തോന്നി, ഞാൻ ഇങ്ങനെയാണോ നിന്നെ വളർത്തിയത് എന്ന് സങ്കടവും ദേഷ്യവും എല്ലാം കലർന്ന് ചോദിക്കുന്നു. അപ്പോഴേക്ക് സോജിയോങ്ങും ബോക്സും ഓടിയെത്തി അവരെ പിടിച്ചു മാറ്റുന്നു. ഇൻഹോ മറുപടിയൊന്നും പറയാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ബോക്സു ചേച്ചിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനവരെ പുറത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുന്നു. നീ ഇതറിഞ്ഞിരുന്നുകൊണ്ട് ഇത്ര നാളും എന്നോട് പറയാതിരുന്നത് എന്താണ്? ഞാനിങ്ങനെ വിഡ്ഢിവേഷം കെട്ടുന്നത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നീയും അവനെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവർ പോകുന്നു. ബോക്സും ഇൻഹോയും തമ്മിലുള്ള റിലേഷൻ അപ്പോഴേക്കും വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. വീട്ടിലെത്തിയ ഇൻഹോയുടെ അമ്മ അവൻ കൃത്രിമമായി ഉണ്ടാക്കി നൽകിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ ഭിത്തിക്ക് ഒട്ടിച്ചു വെച്ചിരുന്ന എല്ലാം കരഞ്ഞുകൊണ്ട് വലിച്ചു കീറിക്കളയുന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ അവർ വാവിട്ട് നിലവിളിക്കുന്നു. കരച്ചിൽ കെട്ട് ഓടിയെത്തിയ അമ്മ കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും മറുപടി പറയാൻ കഴിയാതെ അവൾ കരയുകയാണ്. അവർ മകളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലീജിയോങ്ങും മിഞ്ചിയും കൂടി ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വഴിയരികിൽ തണുത്തി ഉറച്ചിരിക്കുന്ന ഇൻഹോയെ കണ്ടത്. ലക്ഷണം കണ്ടിട്ട് അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണെന്ന് തോന്നുന്നുവെന്ന് മിഞ്ചി പറയുന്നു. സോജിയോങ് ബോക്സിനെ മാറ്റി നിർത്തി നീ ഇതറിഞ്ഞപ്പോൾ നിനക്ക് സത്യം ചേച്ചിയെ അറിയിച്ചു കൂടായിരുന്നു, നീയും അവന് കൂട്ടുനിന്നല്ലേ എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നു. ചേച്ചിയുടെ ലോകം ഇൻഹോ മാത്രമാണ്, അത് നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇൻഹോയുടെ ലോകമോ? നീ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അവൻ വർഷങ്ങളായി അമ്മയോട് കള്ളം പറയുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെ